CPIM ചെറുവത്തൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചീമേനി നെടുമ്പേൽ സംയോജിത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ശ്രീ ശങ്കരാചാര്യ ചെറുപുഴ. CPIM ചെറുവത്തൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചീമേനി നെടുമ്പേൽ സംയോജിത പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദേശത്തെ പാർട്ടി സഖാക്കളുടെയും അനുഭാവികളുടെയും എല്ലാം ശ്രമത്തിന്റെ ഫലമായി വളരെ ശ്രദ്ധേയവും അഭിനന്ദനാത്മകമായിട്ടുള്ള രീതിയിലാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത CPIM-ന്റെ ചെറുവത്തൂർ ഏരിയ കമ്മിറ്റിയെയും വിജയകരമായി ഇത് നടപ്പിൽ വരുത്തിയ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാർഷികോൽപാദന രംഗത്ത് മെച്ചപ്പെട്ട പുരോഗതി കൈവരിക്കുന്നതിനുതകുന്ന രീതിയിലേക്കുള്ള സർക്കാർ പദ്ധതികളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള CPIM അതിന്റെ കർമ്മശേഷി ഇതുപോലെ വളരെ ക്രിയാത്മകമായ മേഖലയിൽ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ നന്മയെ മുൻനിർത്തി സാമൂഹ്യ പുരോഗതിയെ മുൻനിർത്തി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആ അർത്ഥത്തിൽ വളരെ വിപുലമായ ഇടപെടലുകളാണ് പാർട്ടി നടത്തിയിട്ടുള്ളത്. വരുന്ന നാളുകളിൽ നമുക്ക് ഈ കാർഷിക മേഖലയിലെ ജൈവ കൃഷി പ്രോത്സാഹനജനകമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ വിളവെടുപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഏരിയ കമ്മിറ്റി അംഗം PP കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കർഷക സംഘം ജില്ലാ സെക്രട്ടറി P. ജനാർദ്ദനൻ, CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രജീഷ് വെള്ളാട്ട്, മാധവൻ മണിയറ, NREG വർക്കേഴ്സ് യൂണിയൻ ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി P. A. രാജൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി K. ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ സെക്രട്ടറിമാരും പാർട്ടി ഭാരവാഹികളും മറ്റുള്ളവരും പരിപാടിയിൽ പങ്കെടുത്തു. നേരത്തെ തന്നെ ആരംഭിച്ച പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇത്തവണ കൂടുതൽ സജീവമായി നമ്മുടെ ഏരിയയിൽ നമുക്ക് ഈ പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞത് ഈ കഴിഞ്ഞ 2 മാസക്കാലമായി പ്രവർത്തനത്തിലാകെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ കൃഷി പരിപാലനത്തിൽ വളരെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് കാലാവസ്ഥയും പ്രതികൂലമായ കാലാവസ്ഥകളായതുകൊണ്ട് ഇത് ജീവിക്കുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും ഉണ്ടായില്ല. പക്ഷെ കാലാവസ്ഥ അനുയോജ്യമായിരുന്നെങ്കിൽ 40 ദിവസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. അതിശക്തമായ മഴയും കാരണം കൊണ്ടാണ് ഇത്ര വൈദ്യുതി. ഇതിന് സഹകരിച്ച മുഴുവൻ ആളെയും പാർട്ടി ഏരിയ കമ്മിറ്റി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ 2015 മുതൽ ആരംഭിച്ചതാണ് സംയോജിത കൃഷി. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഈ സംയോജിത കൃഷി ആരംഭിച്ചത്. വലിയ തോതിലുള്ള പ്രവർത്തനമാണ്. ഗവൺമെന്റിന്റെ ഔപചാരികമായിട്ടുള്ള സംവിധാനത്തോടൊപ്പം തന്നെ പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിയുടെ ആകെയുള്ള കർമ്മശേഷിയെ കെട്ടഴിച്ചു വിട്ടുകൊണ്ട് നമ്മുടെ നാടിനകത്ത് വിഷരഹിത പച്ചക്കറിയും നമ്മുടെ നാടിന്റെ ഉത്പാദന മേഖലയിൽ വമ്പിച്ച മാറ്റം വരുത്താൻ ഉതകുന്ന വിധത്തിലുള്ള ഇടപെടലാണ് നമ്മുടെ പാർട്ടി ഇതിന്റെ ഭാഗമായിട്ട് നിർവഹിച്ചത്. മറ്റ് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് വെച്ച് വിളമ്പുന്ന വായന മുതൽ സകലതും സർവ്വതും നാം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്താണ് കേരളീയ പൊതുസമൂഹത്തിനകത്ത് ഒരു സന്ദേശം, ഒരു സ്വയം പര്യാപ്തതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷമുക്തമായിട്ടുള്ള ഒരു കാർഷിക ആരോഗ്യ സ്വയം പര്യാപ്തതയിലേക്ക് നാം പോകുന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് പാർട്ടി ഉടനീളം ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വലിയ രീതിയിൽ തന്നെ ഉത്പാദനവും അതിൻ്റെ ഭാഗമായിട്ട് ഉത്പാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. NREG വർക്കേഴ്സ് യൂണിയൻ ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി, സർക്കാരിന്റെ മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ P. A. രാജൻ, കയ്യൂർ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി CK ചന്ദ്രൻ, KD തമ്പാൻ എന്നിവർക്കായിരുന്നു കൃഷിയുടെ മേൽനോട്ട ചുമതല. 2 ഏക്കർ സ്ഥലത്ത് കൃഷിക്ക് വിത്തും വളവും വെള്ളവും ചേർത്ത് മികച്ച പരിപാലനം നടത്തിയതോടെ നല്ല വിളവ് ലഭിച്ചു. നരമ്പൻ, കയ്പ, പയർ, വെണ്ട, കക്കിരി, പച്ചമുളക്, തക്കാളി, മത്തൻ തുടങ്ങിയ പച്ചക്കറികൾക്ക് നല്ല രീതിയിലുള്ള വിളവ് ലഭിച്ചു. വിളവെടുപ്പിൽ 6 കിൻഡലോളം പച്ചക്കറി വിൽപ്പന നടത്തി. ഒട്ടനവധി പേർ നേരിട്ട് തന്നെ പച്ചക്കറിത്തോട്ടത്തിലെത്തി പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വാങ്ങി.
ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ്, UI and UX ഡിസൈനിംഗ്, വൈബ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ, Python പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്, ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് CCTV. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ. പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം. എല്ലാ മാസവും ക്യാമ്പസ് ഇന്റർവ്യൂവും ജോബ് ഫെയറും. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.